ഹരിവരാസനം എഴുതിയതാരാണെന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡ് ഇരുട്ടിൽ തപ്പുമ്പോൾ ശാസ്താംകോട്ടയിലുണ്ട് രചയിതാവിന്റെ പിൻതലമുറക്കാർ. ഹരിവരാസനത്തിന് അടുത്ത വർഷം 100 വയസ്സ് തികയുന്നു. മലകൾക്ക് മുകളിൽ ശബരിമലയിൽ വാഴും ശ്രീ അയ്യപ്പനെ ഉറക്കും താരാട്ടുപാട്ടാണ് ഹരിവരാസനം. കാലവും ഭാഷയും കടന്ന് ഭക്തരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഹരിവരാസനത്തിന്റെ സൃഷ്ടാവ് ആരെന്നതിൽ വ്യക്തത ഒരിക്കലും വന്നിട്ടില്ല. ദേവസ്വം ബോർഡിന്റെ അഭിപ്രായത്തിൽ കമ്പക്കുടി കുളത്തൂർ അയ്യരായിരുന്നു ഈ ഗാനത്തിന്റെ രചയിതാവ്. 1963 പരിഷ്കരിച്ച പതിപ്പായി തിരുവനന്തപുരത്തെ ജയചന്ദ്ര ബുക്സ് ഡിപ്പോ പ്രസിദ്ധീകരിച്ച കീർത്തന സമാഹാരത്തിൽ ഹരിഹരാത്മജാഷ്ടകം എന്ന തലക്കെട്ടോടുകൂടി ഹരിവരാസനം ചേർത്തിട്ടുണ്ട്. ഈ കൃതിയുടെ സമ്പാദകൻ കമ്പക്കുടി കുളത്തൂർ അയ്യരാണ്. എന്നാൽ ഈ ഗാനം രചിച്ചത് കോന്നകത്ത് ജാനകിയമ്മ ആണെന്ന വാദവുമായി അവരുടെ മകൾ ബാലാമണിയമ്മ 2016 രംഗത്തു വന്നു. അമ്മ എഴുതിയതെന്ന് അവകാശപ്പെടുന്ന കീർത്തനത്തിന്റെ കൈയെഴുത്തു പ്രതി ഉൾപ്പെടെയാണ് ബാലാമണിയമ്മ രംഗത്തു വന്നിരുന്നത്. അമ്പലപ്പുഴ സ്വദേശിയായ കോന്നകത്ത് ജാനകിയമ്മ 1923 ഹരിവരാസനം രചിച്ചത്. ശബരിമലയിലെ പൂജാരിയും അവസാനത്തെ വെളിച്ചപ്പാടും ആയിരുന്ന അനന്തകൃഷ്ണൻ അയ്യരാണ് ഇവരുടെ പിതാവ്. സംസ്കൃത പണ്ഡിതനായ അച്ഛൻ മകൾക്ക് ചെറുപ്പത്തിലെ കാവ്യരചനയ്ക്കുള്ള വഴികൾ തുറന്നുകൊടുത്തിരുന്നു. ധർമ്മശാസ്ത്ര, സ്ത്രോത്രകദംബം ഉൾപ്പെടെ നിരവധി കീർത്തനങ്ങൾ ജാനകിയമ്മ രചിച്ചിട്ടുണ്ട്. തികഞ്ഞ ഭക്തയായിരുന്ന പുറക്കാട് കോന്നകത്ത് ജാനകിയമ്മ രചിച്ച ഈ ഗാനം ആലപ്പുഴയിലെ പുറക്കാട് ശിവക്ഷേത്രത്തിലെ ഭജന സംഘം പാടുകയും പിന്നീടത് ശബരിമലയിൽ പോകുന്ന ഭക്തരിലൂടെ അവിടെ എത്തിയെന്നും ജാനകിയമ്മയുടെ പിൻതലമുറക്കാർ വിശ്വസിക്കുന്നു. 1923 കോന്നകത്ത് ജാനകിയമ്മ എന്ന എൻ്റെ അച്ഛൻ്റെ അമ്മയാണ് ഈ ഹരിവരാസനം കീർത്തനം രചിച്ചത്. പിന്നെ അമ്മുമ്മ പുറക്കാട് അമ്പലപ്പുഴ പുറക്കാടുള്ള ആനന്ദേശ്വരൻ ക്ഷേത്രത്തിന് സമീപമുള്ള കോന്നകത്ത് കുടുംബത്തിലാണ് ജനിച്ചതും. അവിടെ താമസിക്കുമ്പോഴാണ് ഈ കീർത്തനം രചിച്ചത്. അമ്മൂമ്മയുടെ 30ാമത്തെ വയസ്സിൽ അമ്മൂമ്മ 6ാമത് ഗർഭിണിയായിരിക്കുമ്പോഴാണ് ഈ കീർത്തനം രചിക്കുന്നത്. ആ മകന് അയ്യപ്പൻ എന്ന പേര് ഇട്ടു. അതിനുശേഷം ഈ അമ്മൂമ്മയുടെ അച്ഛൻ ശബരിമല വലിയ വെളിച്ചപ്പാടും മേൽശാന്തിയൊക്കെ ആയിരുന്നു. അനന്തകൃഷ്ണൻ അയ്യർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ കൈവശം ഈ രേഖകൾ കൊടുത്തു. ഇത് അയ്യപ്പന് കാണിക്കയായിട്ട് സമർപ്പിക്കാൻ പറഞ്ഞു. പക്ഷേ അന്ന് പേര് വെക്കാനോ ഒന്നും മുത്തച്ഛൻ സമ്മതിച്ചില്ല. കാരണം കാണിക്കയായിട്ട് കൊടുക്കുന്ന ഇതിൽ പേര് വെക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പേര് വെക്കാതെയാണ് ഇത് ശബരിമലയിൽ സമർപ്പിച്ചത്. അതിനുശേഷം ആനന്ദേശ്വരൻ ക്ഷേത്രത്തിലെ ഭജന സംഘങ്ങളൊക്കെ ഇത് സ്ഥിരമായി പാടുമായിരുന്നു. മുത്തശ്ശിയും അതിനുശേഷം അവിടെ നിന്നെല്ലാം വിട്ടിട്ട് ശാസ്താംകോട്ടയിൽ താമസമായി. ശാസ്താംകോട്ട മേച്ചിറയിൽ വീട്ടിലാണ് മുത്തശ്ശി താമസമായത്. അങ്ങനെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ശാസ്താംകോട്ട അയ്യപ്പൻ്റെ അമ്പലത്തിലൊക്കെ പോയി ഈ കീർത്തനങ്ങൾ പാടുകയൊക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ അച്ഛൻ്റെ കുട്ടിക്കാലത്ത് അച്ഛനെയൊക്കെ ഈ കീർത്തനങ്ങൾ പഠിപ്പിക്കുകയും അച്ഛനൊക്കെ സ്ഥിരം പാടുകയും ചെയ്യുമായിരുന്നു. എൻ്റെ അപ്പച്ചിമാരെല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എനിക്കറിയാം ഈ കീർത്തനങ്ങൾ ചെറുപ്പം തൊട്ടേ അവർ പാടി വളർന്നതാണ്. പിന്നെ ഇതിപ്പോൾ 100 വർഷത്തോളമായി ഈ കീർത്തനം രചിച്ചിട്ട്. ഭർത്താവ് മരിച്ചതിനു ശേഷം ശാസ്താംകോട്ടയിൽ മേച്ചിറയിൽ താമസിച്ചിരുന്ന ജാനകിയമ്മ ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്താവിന് മുമ്പിൽ പലവട്ടം ഈ ഗാനം ആലപിച്ചിരുന്നു. അയ്യപ്പന്റെ ഉറക്കുപാട്ടായ ഹരിവരാസനം ശബരിമലയിൽ പാടാൻ തുടങ്ങിയത് 1953 മുതലാണെന്നാണ് ദേവസ്വം ബോർഡിന്റെ അഭിപ്രായം. ഈ കീർത്തനത്തിന് ജനപ്രീതി ആർജിച്ചത് 1975 മെരിലാൻഡ് നിർമ്മിച്ച സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിലൂടെയാണ്. ദേവരാജൻ മാസ്റ്റർ ഈണമിട്ട് ഗാനഗന്ധർവൻ യേശുദാസ് പാടിയ ഈ ഗാനം സിനിമയിലൂടെ ജനകീയമായപ്പോൾ അതിനു മുമ്പ് തന്നെ അത്താഴ പൂജ കഴിഞ്ഞ് നടയടയ്ക്കുമ്പോൾ ഉടുക്ക് കൊട്ടിപ്പാടുന്ന കീർത്തനമായി ഇത് മാറിക്കഴിഞ്ഞിരുന്നു. ഹരിവരാസനത്തിന്റെ ഉത്ഭവത്തിന് 100 വർഷം തികയുമ്പോൾ ജാനകിയമ്മയുടെ ചെറുമകനും മാധ്യമ പ്രവർത്തകനുമായ മോഹൻകുമാർ 2017 രൂപം നൽകിയ ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റ് ശ്രദ്ധ നേടുകയാണ്. ചിന്മുദ്ര ലോഗോയായിട്ടുള്ള ട്രസ്റ്റ് പ്രകൃതിക്ക്, സഹജീവികൾക്ക്, മനുഷ്യർക്ക് എന്നീ 3 തത്വങ്ങളിൽ അധിഷ്ഠിതമായാണ് പ്രവർത്തിക്കുന്നത്.
കോന്നോത്ത് ജാനകിയമ്മയുടെ സ്മരണാർത്ഥം ചെറുമകനും മാധ്യമപ്രവർത്തകനുമായ ശ്രീ പി മോഹൻകുമാർ 2017 ഒരു ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റിന് രൂപം കൊടുത്തു. പ്രകൃതിക്ക്, സഹജീവികൾക്ക്, മനുഷ്യർക്ക് എന്ന 3 സുപ്രധാന തത്വങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇപ്പം ഈ 2023 100 വർഷം പൂർത്തിയായ സാഹചര്യത്തിൽ അടുത്ത വർഷം വളരെ വിപുലമായ രീതിയിൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വാർഷികവും 100ാമത് വാർഷികവും വിപുലമായ രീതിയിൽ നടത്തുന്നുണ്ട്. കൊല്ലത്ത് വെച്ചായിരിക്കും അത് മിക്കവാറും നടത്തപ്പെടുന്നത്. അയ്യപ്പന്റെ ഉറക്കുപാട്ടായ ഹരിവരാസനം ലോകമെമ്പാടും അലയടിക്കുമ്പോൾ സൃഷ്ടാവായ കോന്നകത്ത് ജാനകിയമ്മയ്ക്ക് അർഹതപ്പെട്ട അംഗീകാരം ലഭിച്ചിട്ടില്ല. ദേവസ്വം ബോർഡിന്റെ അംഗീകാരത്തിലുപരിയാണ് ലക്ഷക്കണക്കിന് ഭക്തരുടെ കണ്ടങ്ങളിൽ നിന്നുയരുന്ന ഹരിവരാസന കീർത്തനം എന്നതാണ് കുടുംബക്കാരുടെ പക്ഷം. സബീന, ദൃശ്യ ന്യൂസ്, ശാസ്താംകോട്ട. പ്രണയ സത്യകം പ്രാണനായകം പ്രണതകൽപകം സുപ്രഭാഞ്ചിതം പ്രണവമന്ദിരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ.